ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ എൻ്റെ വീഡിയോയൊക്കെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാനതങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന അനിൽക്കുടിത്തോട്ടം സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു മുമ്പ്. ആ വീഡിയോയിൽ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നു. ആ വീഡിയോ സംബന്ധമായിട്ടുള്ള കമൻറ്റുകളേ അല്ല വന്നത്. അപ്പം അതിനൊരു ചെറിയ മറുപടിയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അതിന് വ്യക്തിപരമായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. അതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ തന്നെ നമുക്കതിനൊരു വീഡിയോ ആയിട്ട് ആ റിപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നത്. സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കമൻ്റ് ഇടുക മറ്റ് ജാതീയപരമായിട്ടോ വർഗപരമായിട്ടോ ഒക്കെ നമുക്ക് സംസാരിക്കണമെന്നൊരു വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഞാൻ എന്ത് വീഡിയോ ആണോ ഇട്ടത് അതിനുള്ള മറുപടി തരിക. അല്ലാതെ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി തരാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ആ രീതിയിലല്ല ഞാനത് കാണുന്നത്. അനിൽക്കുടിത്തോട്ടം ഒരു രണ്ട് മൂന്ന് പ്രസംഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഘപരിവാർ സഹോദരി അദ്ദേഹത്തെ പുലയൻ ജാതിപ്പേരിൽ അങ്ങനെയുള്ള പേരുകൾ വിളിച്ച് ആക്ഷേപിച്ചതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അതിന് ധാരാളം പേര് അതിനുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അവർക്ക് അതിൻ്റേതായ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നെ കഴിയുന്നുള്ള മറുപടികളൊക്കെ എഴുതാതെ ഞാൻ എൻ്റെ മോജിയൊക്കെ ആയിട്ട് ഞാൻ അതിനുള്ള മറുപടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാത്തിനും ഒന്നും കൊടുത്തില്ല, എനിക്ക് എല്ലാത്തിനും കൊടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാൻ. നിങ്ങളത് മറുപടി കിട്ടാത്തവർ എന്നോട് ക്ഷമിച്ച് എന്നോട് സഹകരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട 2-3 കമൻറ്റുകൾക്ക് മറുപടി ഇടാതിരിക്കാൻ പറ്റത്തില്ല. ഇല്ല എങ്കിൽ വീണ്ടും ഇതേപോലെ കുറേ കമൻറ്റുകൾ വരും. ആ കമൻറ്റുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മറുപടി ഇടുന്നത്. ഞാൻ എന്താണ് അനിൽക്കുടിത്തോട്ടത്തെക്കുറിച്ച് സംസാരിച്ചത്, അനിൽക്കുടിത്തോട്ടം എന്താണ് സംസാരിച്ചത്, ഇതൊന്നും അറിയാതെ എവിടെയൊക്കെയോ നിന്ന് ആരൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നു. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന ഭാഗങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളതിന് കമൻ്റ് ഇടുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എങ്കിൽ കാരണസഹിതം പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ മറുപടി. അല്ലാതെ അനിൽക്കുടിത്തോട്ടം ഇനി ഒരു MP ആകുമോ MLA ആകുമോ, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇലക്ഷൻ വരികയാണോ, ഇതൊന്നും അവിടെ ഞങ്ങളാരും ചിന്തിക്കാത്ത പോലും കാര്യങ്ങളാണ് ഈ സംഖ്യകളൊക്കെ പടച്ചു വിടുന്നത്. കാരണം അവർ പറയുന്നത് തന്നെ എന്താണെന്ന് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനെന്താ സംസാരിച്ചത്? അനിൽക്കുടിത്തോട്ടത്തിൻ്റെ പ്രസംഗത്തിനെതിരെ ഈ സംഘപരിവാർ സഹോദരി നിന്ന് അദ്ദേഹത്തെ ഈ പുലയനെന്നും നീ കൺവെർട്ട് പുലയനല്ലേ എന്നൊക്കെ ചോദിച്ചതിനുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ എൻ്റെ ജാതിപരമായിട്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പം അനിൽക്കുടിത്തോട്ടം മാത്രമല്ല പുലയൻ, അല്ലെങ്കിൽ അനിൽക്കുടിത്തോട്ടം മാത്രമല്ല കൺവെർട്ട് പുലയൻ. ഞാൻ അതിന് കൃത്യമായൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അതിനുള്ള മറുപടിയായിരുന്നു നിങ്ങൾ തരേണ്ടത്. അപ്പം വീണ്ടും എന്നിട്ട് അതിന് അടിയിൽ എഴുതിയിരിക്കുക ഞങ്ങൾ ജാതിക്കാർഡ് ഇറക്കിയെന്ന്. അപ്പോൾ അതിനുള്ള മറുപടി തന്നേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഒരു ജാതിക്കാർഡ് ഇറക്കാനല്ല ഞാൻ ആ വീഡിയോ ഇട്ടത് സുഹൃത്തെ. നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകയുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനുള്ള റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ഞാനിട്ടത്. നിങ്ങൾക്ക് സഹിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ സഹിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പഴവുമില്ല. ഇത്രയും ഞാനിപ്പോൾ ആദ്യം ഇത് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങാൻ പോവാം. പിന്നെ ഇതിന് ഒരു 2-3 മാസത്തിന് മുമ്പേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ പിന്നെ അത് അത്രയും അങ്ങ് കാര്യമാക്കിയില്ല. കാരണം ഇത് നിരന്തരം ഇങ്ങനെ ഈ പുലയൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യമായിട്ട് നിന്ന് ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതിനും മുതിരുകയില്ലായിരുന്നു. ഒരു 2 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു സഹോദരിയാണ്, ഒരു നായർ സ്ത്രീയാണെന്ന് അവൾ വിളിച്ച് പറഞ്ഞത്. വേടനെ സംബന്ധിച്ച് ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ നീ പുലയനല്ലേടാ, നിന്നോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാനൊരു നായർ സ്ത്രീയാണെന്ന് അവൾ പരസ്യമായിട്ട് വിളിച്ച് പറയുമ്പം പിന്നെ അതിനൊക്കെ മറുപടി തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ പോണക്കുള്ളവർ വെറും മറ്റവന്മാരായി പോകത്തില്ലേ?
നിങ്ങൾ പരസ്യമായിട്ട് നിന്ന് നിൻ്റെയൊക്കെ പെണ്ണുങ്ങളെ വിട്ട് ഞങ്ങളോട് തെറി പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിപ്പേര് വിളിച്ച് പരസ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഒക്കെ സമൂഹത്തിന് നിന്ന് വേടനെന്ന് പറയുന്ന വ്യക്തി, അത് വേടൻ്റെ സ്വകാര്യ വീടുകളിൽ ചെന്ന് നിന്ന് വേണമായിരുന്നു അവൾ പുലയനെന്നൊക്കെ വിളിക്കാൻ. ഇത് പരസ്യമായിട്ട് നിന്ന് പുലയന്മാരെ എല്ലാം കൂടെ ആക്ഷേപിച്ചിട്ട് ഞങ്ങൾ അതിന് മറുപടി തരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഏത് രാജ്യത്താണ്? നിൻ്റെയൊക്കെ കുടുംബസ്വത്തൊന്നുമല്ല ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളം. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കണം. നിൻ്റെയൊക്കെ കുടുംബസ്വത്തായിട്ട് നിൻ്റെയൊക്കെ പൂർവികർ തീരെഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെയൊക്കെ സ്ഥലത്ത് നിന്ന് നീ വിളിച്ച് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇത് പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ നീ നിൻ്റെയൊക്കെ സമുദായത്തിലെ സഹോദരികളൊക്കെ നിന്ന് പുലയനെന്ന് ജാതിപ്പേരെടുത്ത് വിളിച്ച് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങളതിന് തിരിച്ചൊരു മറുപടി തരരുതെന്നാണോ നീയൊക്കെ കരുതുന്നത്? അത് അതിനൊക്കെ മറുപടി കൃത്യമായിട്ട് നീയൊക്കെ കേട്ടിട്ടേ പോകുകയുള്ളൂ. ഞാൻ എൻ്റെ ആദ്യത്തെ അനിൽക്കൊടിത്തോട്ടത്തിൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങളൊക്കെ ഇഷ്ടം പോലെ വിദ്യാഭ്യാസവും ചരിത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നേടിയിട്ടുണ്ട് സുഹൃത്തെ. എന്നോട് ഈ മെസ്സേജ് അയച്ച സഹോദരൻ എടുത്തു ചോദിച്ചാണ് അനിൽക്കോട്ട ജാതിക്കാർഡ് ഇറക്കിയിട്ട് അടുത്ത MLA ഇലക്ഷന് നിന്നിട്ട് MLA ആകാൻ പോവുകയാണെന്ന്. ഞങ്ങൾക്ക് ജാതിക്കാരനൊന്നും ഇറക്കണ്ട, ഞങ്ങളൊക്കെ ഈ പട്ടികജാതിക്കാരനും നീയൊക്കെ ഇലക്ഷനൊക്കെ കാണിക്കുന്ന ഞങ്ങൾക്കും അതുപോലൊക്കെ ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ ഒരു 3-4 MPമാരെ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ അറിയാം. ഞങ്ങളുടെയൊക്കെ ആ വോട്ടുകൾ ഒരിടത്ത് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങളെ ഞങ്ങളുടെ പുലയനോ അല്ല പറയനെന്നോ അല്ലെങ്കിൽ ദലിതെന്ന ലേബലിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ട് ശേഖരിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നീയൊക്കെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു വഴി നീയൊക്കെ കണ്ടു തന്നിട്ടുണ്ട്. അപ്പം നീയൊക്കെ അതൊന്നും മറക്കരുത്. നീയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് കൃത്യമായിട്ടും അത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് വേണം നീയൊക്കെ ഞങ്ങളോട് സംസാരിക്കാൻ. നിൻ്റെയൊക്കെ സഹോദരങ്ങളെ നിങ്ങളെക്കാളിലും ഒക്കെ, അതായത് ഇന്നത്തെ ഹൈന്ദവനായ നിന്നേക്കാളിലും ഒക്കെ കൂടുതൽ സ്ട്രെങ്ത് ബലം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് നീ ആദ്യം മനസ്സിലാക്കുക. നീയൊക്കെ അതായത് ഞങ്ങൾ 85% വരുന്ന ഇന്ത്യയിൽ ഞങ്ങൾക്ക് 85% സ്ട്രെങ്ത് ബലമുണ്ട്. നീയൊക്കെ 15%മേ ഉള്ളൂ. ഹിന്ദു എന്ന് പറയുന്നത് 15%മേ ഉള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, ഈ 4 ജാതിയെ ഞാൻ ഹിന്ദുവായിട്ട്. കാരണം നിൻ്റെയൊക്കെ മതഗ്രന്ഥപ്രകാരം, അതായത് മനുസ്മൃതി പ്രകാരം നീയൊക്കെ 4 ഈ സമുദായത്തെ 4 വർണ്ണത്തിൽപ്പെട്ടവന്മാരേ ഉള്ളൂ. അപ്പം നീയൊക്കെ ഈ 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15%മേ ഉള്ളൂ. നീയൊക്കെ അത്രയ്ക്കൊന്നും ആകാറായിട്ടില്ല. ഞങ്ങളെയൊക്കെ നീയൊക്കെ ഒരു കാര്യം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ വോട്ടുകളൊക്കെ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ നിൻ്റെയൊക്കെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 പ്രാവശ്യത്തെ ഇലക്ഷനോട് കൂടി. അപ്പോൾ അത് ഞങ്ങളുടെ സർക്കാരുകളൊക്കെ ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ട് അതിനെക്കുറിച്ച് നിങ്ങളിപ്പം മെഴുകിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങളുടെ ഒരു ടോപ്പിക് അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനോട് കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് വെട്ടിത്തുറന്ന് പറയിപ്പിക്കാതിരിക്കുക സുഹൃത്തെ. ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിച്ചത്, അത് എന്ത് കാരണത്താലാണ് സംസാരിച്ചത്, നീയൊക്കെ ആ സ്ത്രീയോട് എന്തുകൊണ്ടത് വിലക്കാൻ, അല്ലെങ്കിൽ നീ ആ സ്ത്രീയോട് ഞങ്ങൾ ചോദിച്ച ആവശ്യപ്പെട്ട മാപ്പ് നീ ആ സ്ത്രീയോട്, ഞങ്ങളുടെ അനിൽക്കൊടിത്തോട്ടത്തോട് പരസ്യമായിട്ട് പറയാൻ എന്തുകൊണ്ട് നീ ആ സ്ത്രീയെ സപ്പോർട്ട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നീ പറയേണ്ടി വരും. ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ നിന്നോടൊന്നും സംസാരിക്കാനില്ല. പിന്നെ ഞങ്ങൾ ജാതിക്കാർഡ് ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതിക്കാർഡ് തന്നെ ഇറക്കും. നീ അത് തടയാൻ നീയൊന്നും ആയിട്ടുമില്ല. അപ്പം ഞങ്ങൾ ജാതിക്കാർഡ് ഇറക്കിയിട്ടില്ല. ഇനി ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജാതിക്കാർഡൊക്കെ ഇറക്കേണ്ടി വരും. ഞങ്ങൾ ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും ഞങ്ങളുടെ പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഇനി ജാതിക്കാർഡ് ഇറക്കി സംസാരിക്കണമെന്നൊരു അങ്ങനെ തന്നെ സംസാരിക്കാം. സുഹൃത്തിന് ഏതാ ആവശ്യമെന്ന് വെച്ചാൽ അത് തരാതരം ഞങ്ങളത് സ്വീകരിക്കാം. പിന്നെ അനിൽക്കൊടിത്തോട്ടം നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ MLA ആകാൻ ഇലക്ഷന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിൽ ഉടനീളം ക്രൈസ്തവ സ്റ്റേജുകളിൽ രാഷ്ട്രീയമല്ല ഇന്ത്യൻ ചരിത്രം സംസാരിക്കുന്നതും ഇന്ത്യയുടെ ഭരണഘടനാ സംബന്ധമായ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച്
രാഷ്ട്രീയത്തിൽ കയറാനാണെന്ന് നിങ്ങളോട് ഏത് അനിൽക്കൊടിത്തോട്ടമാണ് സംസാരിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇനി അങ്ങനെ അനിൽക്കൊടിത്തോട്ടം നിങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഞങ്ങളുടെ നേതാക്കന്മാരെയോ ഒക്കെ നിങ്ങൾ തെറി പറയുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് നിങ്ങൾ അത് കേട്ടേ മതിയാവുകയുള്ളൂ. അത് ഗീവ് ആൻഡ് ടേക്കാണ്. കൊടുത്തു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടും കിട്ടിയിരിക്കും. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസവും അതിനുള്ള മാനസികാവസ്ഥകളും ഒക്കെ ഉണ്ട്. നീയൊക്കെ ഒരു 100 വർഷത്തിന് മുമ്പേ ഞങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ചതും നിൻ്റെ പൂർവികരൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ചതൊക്കെ ആ പരിപാടി ഇങ്ങോട്ടിറക്കാൻ ഇനിയും വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ലെന്ന് തന്നെ സ്പഷ്ടമായിട്ട് തന്നെ അങ്ങ് പറയുക, പച്ചയ്ക്ക് അങ്ങ് വിളിച്ച് പറയുക. നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി. നീ അല്ലെങ്കിൽ നീ എൻ്റെ വീഡിയോ കാണുകയോ വേണ്ട. അപ്പം സുഹൃത്തിനുള്ള മറുപടി ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനിൽക്കൊടിത്തോട്ടം ഇലക്ഷന് നിൽക്കുമോ നിൽക്കാതിരിക്കുമോ അത് തന്നെ പോണക്കുള്ള സംഖ്യകളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല. അനിൽക്കൊടിത്തോട്ടത്തെ ജയിപ്പിക്കണോ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ അത് നിന്നെ പോണക്കുള്ള സംഖ്യകളൊന്നും അതിന് ഇങ്ങോട്ട് വിളച്ചിലും ആയിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിനക്കുള്ള മറുപടി ഞാൻ തരുന്നത്. പിന്നെ നീ വേറെ ഒരു കാര്യം കൂടെ, ഈ സംഖ്യകൾ ഈ ക്രൈസ്തവ മതത്തിൽ കയറിയിട്ട് നീയൊക്കെ നിൻ്റെ മക്കളെ അവരെ കൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയെ കൊണ്ട് നീ വിവാഹം കഴിപ്പിക്കുമോ എന്നൊക്കെ. എൻ്റെ ജാതിയെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് എൻ്റെ മക്കൾ തീരുമാനിച്ചോളൂ. അവർക്ക് ആരെ വേണമെന്ന് അവർ തീരുമാനിച്ചോളൂ. മറിച്ച് നിൻ്റെയൊക്കെ സമുദായത്തിൽ നിൽക്കുന്ന ഹൈന്ദവരായ പട്ടികജാതിക്കാരായ ഈഴവരെ അല്ലെങ്കിൽ പുലയനെ അല്ലെങ്കിൽ സാമ്പവനെ നിൻ്റെയൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിൽ എത്ര പൂജാരിമാരുണ്ടോ, നീയൊക്കെ വിരൽ എണ്ണാനല്ലാതെ നിനക്കൊക്കെ എത്ര പൂജാരിമാരെ നിൻ്റെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹൈന്ദവനായ പുലയനിൽ നിന്നോ പറയ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്നോ ഒക്കെ നിനക്ക് എടുക്കാൻ പറ്റും. നീ ഒന്ന് ക്രൈസ്തവ മതത്തിലേക്കൊന്ന് വന്ന് നോക്ക്. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് പുലയനും പറയനും എന്തിനു പറയാൻ സകലമാന ജാതിയിൽ നിന്നുമുള്ള വ്യക്തികൾ ഈ ക്രൈസ്തവ മതത്തിൽ പുരോഹിതരായിട്ടും സഭയുടെ ജാതിയായിട്ടും സഭാവിശ്വാസികളായിട്ടും ഒക്കെയും കഴിയുന്നുണ്ട്. നിന്നെക്കൊണ്ട് എന്താ അത് സാധിക്കാതെ പോയി? നിൻ്റെയൊക്കെ സമുദായത്തിനെ കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ ജാതിക്ക് അത് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് നീ ആദ്യം നിൻ്റെ മനസ്സിനെ നീ പരിശോധിച്ച് നോക്കുക. അല്ലായിരുന്നുവെങ്കിൽ നീയൊക്കെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ നീയൊക്കെ മനുഷ്യനെ ഒരു നികൃഷ്ട ജീവികളായിട്ട് കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളെപ്പോണക്കുള്ള ഒരുപാട് പേര് ക്രൈസ്തവ മതമൊക്കെ സ്വീകരിക്കേണ്ടി വന്നത്. നീ അതിനെക്കുറിച്ചൊന്നും ഇങ്ങോട്ട് സംസാരിക്കരുത്. കാരണം ഞങ്ങൾ മതം മാറുകയോ മാറാതിരിക്കുകയോ അതൊക്കെ ഞങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരു ഹൈന്ദവനെ ഞങ്ങൾ, അതായത് ഒരു സംഖ്യയും ഞങ്ങൾ ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പച്ചയ്ക്ക് അങ്ങ് പറയുക. ഇനിയും ക്രൈസ്തവ മതത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ഞങ്ങൾ ബാക്കി സഹോദരങ്ങൾക്കും അവർക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇതൊക്കെ കേട്ട് നീയൊക്കെ മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കുക. ഞങ്ങളോട് ഞങ്ങളുടെ ജാതിയും പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കാൻ നോക്കിയിട്ട് പിന്നെ നിൻ്റെയൊക്കെ കാലേ വീണ് നീയൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് അടിച്ചേൽപ്പിച്ച ദൈവത്തെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ പൂർവിക ദൈവങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനിയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അത് അവർ തിരിച്ചറിയുന്ന കാലത്ത് അവരത് വിട്ട് പൊക്കോളും. അതുകൊണ്ട് നീയൊന്നും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനകത്ത് സങ്കടവുമില്ല. കാരണം അവർ രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉള്ളൂ. ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരും. ഹൈന്ദവനായാലും ശരി, ക്രൈസ്തവനായാലും ശരി, പുലയനായാലും പറയനായാലും പുള്ളവനായാലും പാണനായാലും പതിയാനായാലും ഞങ്ങൾക്ക് അവരവർ സഹോദരങ്ങൾ മാത്രമാണ്. ഞങ്ങൾ സഹോദരങ്ങളെ തെറ്റിക്കാൻ നോക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സുഹൃത്തിനുള്ള മറുപടിയായി എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളവരും ഇതിനുള്ള മറുപടി തരുമെന്ന് പറയുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദിയുണ്ട്. നമസ്കാരം.
വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട്, എനിക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അത് ഓരോ വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്യണം, ഇതിന് കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.